പപ്പടവും കൂടെ വെച്ച് നമുക്ക് കഴിച്ചു നോക്കാം. പപ്പടം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് ആണ്. പപ്പടവും പുളിശ്ശേരി സേവയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കണമെന്നാ പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് കഴിക്കുവാണ്. ടേസ്റ്റ് നല്ല അടിപൊളിയായിരിക്കണം. എനിക്കിഷ്ടപ്പെട്ടത്. നമ്മളിപ്പോ സേവ ഉണ്ടാക്കുന്നത് കാണാൻ പോവുകയാണ്. ആന്റി ഇപ്പൊ സേവ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്തൊക്കെയാ ആന്റി ഇതിന്റെ അരി നന്നായിട്ട് ചെങ്കൽപ്പെട്ട് അരിയാണ്. അരച്ചിട്ട് നന്നായിട്ട് വരട്ടി എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നാ വരട്ടി വേവിക്കണം. വേവിച്ച ശേഷം ഇതില് നമ്മൾ പിഴിഞ്ഞെടുക്കണം. ഇത് വന്ന് നമ്മുടെ ഹെൽത്തിന് ഇതാണ്, വേറെ പാരമ്പര്യ ഫുഡാണ് സേവ എന്ന് പറയുന്നത്. ഇത് വന്ന് നമ്മൾ കഴിക്കുമ്പോൾ വയറ്റിനൊന്നും ആവില്ല. വരെ അരിയും ആവില വേവിച്ചെടുക്കണതാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഫുഡ് നമ്മുടെ ബ്രാഹ്മിൻസിന് എല്ലാരും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ്. ഇനി ഇത് വേവിക്കുവോ? ഇനി ഇത് വേവിക്കില്ല. ഇനി വേവിച്ച് ഇതിനെ ഇങ്ങനെ എടുക്കാം. ഇനി ഇതിന്റെ കോമ്പിനേഷൻ പുളിശ്ശേരിയും പപ്പടം. ഇതുണ്ടാക്കി തണുത്തതിന് ശേഷം ഇതാ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കണത്. ഇനി ഇതിനെ നമ്മൾ പാക്ക് ചെയ്ത് നമ്മുടെ ഷോപ്പ് തെക്കേക്കോട്ടയിലാണ്, അവിടെ നമ്മൾ കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോകുമ്പോഴത്തേക്കും പിന്നെ അവിടെയും കൊണ്ടുപോകും, ഇവിടെയും വന്ന് ആൾക്കാർ മേടിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഫംഗ്ഷനൊക്കെ ഇത് ആൾക്കാർ ചോദിക്കാറുണ്ട്. അത് ഓർഡർ അനുസരിച്ച് നമ്മൾ ഒരു 100, 200 വരെ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയാണ് ഇത് വന്ന് നമുക്ക് വേറെ വയറ്റിനൊന്നും ഇതാവൂല. ആവില് വേവിച്ചെടുക്കണതാണ്. അതുകൊണ്ട് ഫുഡ് പിള്ളേർക്ക് പോലും ധൈര്യമായിട്ട് കൊടുക്കാം. പുളിശ്ശേരിയും പപ്പടം കാച്ചി, ഇതാണ് ഇതിന്റെ കോമ്പിനേഷൻ. പിന്നെ ഇതല്ലാതെ ഇതിന്റെ വേറെ ഒരു കറി കൂടെ വെക്കും, സാമ്പാർ പോലെ. സാമ്പാർ അല്ല, പുളിപ്പരിപ്പ് എന്ന് പറയും. ആ പുളിപ്പരിപ്പ് പറയുന്നത് നമ്മുടെ അതിന്റെ ടേസ്റ്റ് കൂടുതലാണ്. അതിനെന്നാ പരിപ്പ് വേവിച്ചിട്ട് അതിലെ കടുക് മുളക് എല്ലാം താളിച്ച് കൊട്ടി കരിവേപ്പില കായം എല്ലാം ഇട്ടും കൂടെ അതൊരു കറി പോലെ ഇരിക്കും. അതും കഴിക്കും, പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. നമ്മുടെ ബ്രാഹ്മിൻസിനെ മാത്രം കൂടുതൽ ഇഷ്ടം. സേവ അല്ലാതെ വേറെ എന്തൊക്കെയുണ്ട് ഇവിടെ? വേറെ ഫുഡ് മാവുണ്ട്, ചമ്മന്തിപ്പൊടി, ദോശപ്പൊടി, സാമ്പാർ പൊടി, ഇഡ്ഡലി എല്ലുമുളക് പൊടി, പിന്നെ ചുണ്ടയ്ക്ക, മണത്തക്കാളി. ഇതാണ് മർത്തങ്കാളി. ഇതിനെ നമ്മൾ തൈരിലിട്ട് ഉണക്കി തൈരിലിടും. ഇട്ടിട്ട് ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് തിരിച്ച് ആ തൈരിലിടും. അങ്ങനെ ആ തൈരും ഉപ്പും കൂടെ പിടിച്ചെടുക്കും. എടുത്ത ശേഷം ഇങ്ങനെ ആ തൈര് വെള്ളം വെറ്റണ വരെ നമ്മൾ ഉണക്കി എടുക്കും. നമ്മൾ തൈരുമുളക് ഉണ്ടാക്കണം. എന്നിട്ട് ഇതിനെ നമ്മൾ പാക്ക് ചെയ്ത് വെക്കും. ഇതും അതുപോലെ ഈ മണത്തക്കാളിയും വയറ്റിന് നല്ല ഇതാണ്. ഈ വയറ്റ് പുണ്ണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിട്ട് മാറിക്കിട്ടും. അതുപോലെ ഈ മണത്തക്കാളി കഴിക്കുമ്പോ വയറ്റിന് ഒരു സുഖമാണ്, നല്ല ഫുഡാണ്. ഇത് നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് കഴിക്കാം. അല്ലാതെ കറിയുടെ കൂടെ നമ്മള് വത്തക്കുഴമ്പ് വെക്കും. വത്തക്കുഴമ്പ് ഈ ഹോട്ടലൊക്കെ വെക്കൂലേ, ആ വത്തക്കുഴമ്പ് വെക്കുമ്പോ അതിലെ മണത്തക്കാളി വറുത്തിടാം. അതിനെയും കാട്ടി നമ്മള് വെറുതെ നെയ്യിലിട്ട് വറുത്ത് ചോറിന്റെ കൂടെ വിരവി കഴിക്കുമ്പോ ആ മണത്തക്കാളിക്ക് ഒരു വ്യത്യാസ ടേസ്റ്റ് ആണ്. കൊണ്ടാട്ടം പോലെ. ഇതെങ്ങനെ എടുത്തോളൂ. ഇനി തണുത്തതിന് ശേഷം തണുത്തതിന് ശേഷം പാക്ക് ചെയ്യാം. തണുത്ത ശേഷമേ പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചൂടോടെ പാക്ക് ചെയ്യുമ്പോ ഇങ്ങനെ ഒരുമാതിരി ഒട്ടിപ്പിടിക്കും. പക്ഷെ ഈ നമ്മുടെ സേവ 2 വിധമുണ്ട്. ഒന്ന് ഇഡ്ഡലി ചുട്ട് പിഴിയണതുണ്ട്, അല്ലാതെ നമ്മൾ പറയുന്നത് പോലെ ഈ കുഴക്കട്ട വരട്ടി ഉണ്ടാക്കുന്ന തട്ടിനകത്തല്ല, നമ്മൾ ഉരുളിയിലകത്ത് ഈ അരി അരച്ചതും വെളിച്ചെണ്ണയും ഉപ്പ് ഇട്ട് നന്ന വരട്ടിയെടുക്കും. വരട്ടിയ ശേഷം നമ്മൾ ആവി ഇഡ്ഡലി കൊപ്രയില് വേവിച്ചെടുക്കും. വേവിച്ച ശേഷമാണ് ഇങ്ങനെ പിഴിയണത്. ഇത് 2 വിധമുണ്ട്. പക്ഷെ മറ്റത് ഇഡ്ഡലി ചുട്ട് ഇതാക്കുമ്പോ കുറച്ച് സമയം നിൽക്കൂല. ഇതാകുമ്പോ നമ്മൾ വരട്ടി പിഴിയുമ്പോ കുറച്ച് സമയം നീടിക്കും. ഇത്തിരി സമയം ആയാലും ഒന്നും ചെയ്യൂല. ഇത് തന്നെ ഇപ്പൊ നാളെ ആവുമ്പോ ഒന്നും ചെയ്യൂല. ഇതങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ കൂടെ നമുക്ക് അടുത്ത ദിവസം ഇതാക്കി എടുക്കാം. ചിലപ്പോ സപ്പോസ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നവര് ഇരുന്നാൽ കൂടെ അങ്ങനെ യൂസ് ചെയ്ത് എടുക്കാം. രണ്ടാമത് ഇത് ആവി കയറ്റി ഉപയോഗിക്കാം. ഇനി ആവി കയറ്റണ്ട, അല്ല ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ തണുപ്പ് മാറാൻ വേണ്ടിട്ട് ഒന്ന് ആവി കയറ്റുമ്പോ അപ്പൊ വെച്ചെടുക്കണത് പോലെ ഇരിക്കും. എന്നുവെച്ചാൽ ഈ കുഴക്കട്ട വെച്ച് പിഴിയുന്നത് കൊണ്ട് ഇത് അങ്ങനെ കിട്ടും. ഇത് തന്നെ ഈ സേവയുടെ കോമ്പിനേഷൻ, പുളിശ്ശേരിയും പപ്പടം.
ഇത് മഞ്ഞ കളറിലല്ല സാധാരണ. അത് വന്ന് മഞ്ഞ കളർ പുളിശ്ശേരി എന്ന് പറയുന്നത് അത് നമ്മള് സദ്യക്കൊക്കെ വെക്കുന്നതാണ്. ഇത് വന്ന് ഇങ്ങനെ ചുവപ്പും മുളക് വറ്റലും പച്ചമുളകും ചേർന്ന് മിക്സ് ചെയ്താണ് എടുക്കുന്നത്. ചിലവർക്ക് ഈ പച്ചമുളക് മാത്രം ചോദിക്കും. അത് 1-2 പേർക്ക് പറ്റൂല, കുറേ പേർക്ക് ഉണ്ടെങ്കിൽ അത് മാത്രം വെച്ച് കൊടുക്കും. ചിലവർക്ക് ഈ മുളക് വറ്റൽ പിടിക്കില്ല. പക്ഷെ ഇതാണ് അതിന്റെ ടേസ്റ്റ്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെക്കുമ്പോഴാണ് ഈ പുളിശ്ശേരിയിൽ നമ്മൾ വേറെ ഒന്നുമില്ല, തൈരും പച്ചമുളകും മുളക് വറ്റൽ തേങ്ങ ഇട്ടിട്ട് നല്ല കട്ടി തൈരില കലക്കി കടുക് കരിവേപ്പില മുളക് എല്ലാം താളിച്ചു കൊട്ടിയിട്ട് പൊരിച്ചു കൊട്ടിയെടുക്കണം. അതിനെ ചൂടാക്കി എടുത്തിട്ട് പപ്പടമായിട്ട്. ഇനി നമ്മൾ പാക്ക് ചെയ്യുന്ന രീതി മറ്റേ സിൽവർ പൗച്ചിലാണ് നമ്മൾ പാക്ക് ചെയ്ത് കടയിൽ കൊണ്ടുവയ്ക്കണത്. പപ്പടം ഒരുമിച്ച് കൊണ്ടുവയ്ക്കും. അപ്പൊ അവിടെ കടയിൽ വരുമ്പോ ഈ സേവയും പുളിശ്ശേരിയും കൊടുത്തിട്ട് പപ്പടം സിംഗിൾ ആയിട്ട് കവറിലിട്ട് പാക്ക് ചെയ്ത് കൊടുക്കും.